ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മെറ്റൽ എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റൽ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നു. അതിലെ PPT ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റൽ എക്സ്ട്രൂഷൻ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഹോട്ട് എക്സ്ട്രൂഷനും കോൾഡ് എക്സ്ട്രൂഷനും. ഈ ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് പീസിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട്, അതായത് അത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ അല്ലാതെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ അത്രത്തോളം ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വർക്ക് പീസിനെ ചൂടാക്കുന്നില്ല, അല്ലാതെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ആ പ്രോസസ്സ് ചെയ്യുന്നുവെങ്കിൽ അതിനെ കോൾഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. നമ്മളിവിടെ വർക്ക് പീസ് എന്ന വേർഡല്ല സാധാരണ ഉപയോഗിക്കുന്നത്. എക്സ്ട്രൂഷൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ എക്സ്ട്രൂഷൻ പ്രോസസ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വർക്ക് പീസ് എന്ന വേർഡല്ല ഉപയോഗിക്കുന്നത്, പകരം ബില്ലറ്റ് എന്നാണ് പറയുന്നത്. ബില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് മെറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബ്ലോക്ക് ഓഫ് മെറ്റൽ. അപ്പോൾ അത് വർക്ക് പീസ് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പകരം ബില്ലറ്റ് എന്ന വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബില്ലറ്റിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെ ഹോട്ട് എക്സ്ട്രൂഷൻ എന്നും പറയും. അതേസമയം റൂം ടെമ്പറേച്ചറിൽ, അതായത് ബില്ലറ്റിനെ ചൂടാക്കാതെ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ കോൾഡ് എക്സ്ട്രൂഷൻ എന്നും പറയും. ഈ കോൾഡ് എക്സ്ട്രൂഷൻ നമ്മൾ സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിനെ ആണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് എന്ന് പറയുമ്പം ആൾറെഡി സോഫ്റ്റ് തന്നെയാണ്, നമ്മളതിനെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ അലുമിനിയം, സിങ്ക്, ലെഡ്, കോപ്പർ, അങ്ങനത്തെ ടിന്ന്, അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി സോഫ്റ്റർ ആണെന്ന് പറയാം. ഈ അയണുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ സമയത്ത് കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ അലുമിനിയവും കോപ്പറും സിങ്ക്, ടിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനത്തെ മെറ്റലാണെങ്കിൽ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല, പ്ലാസ്റ്റിക്കിലോട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ കോൾഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. അതേസമയം ഹാർഡായിട്ടുള്ള മെറ്റീരിയലിനാണ് എങ്കിൽ നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയാൽ മാത്രമേ അത് സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കും, എന്നിട്ടായിരിക്കും പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനാണ് ഈ മെറ്റൽ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽ എക്സ്ട്രൂഷൻ എന്ന പ്രോസസ്സ് എന്താണ് എന്ന് BMEയുടെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ മെറ്റൽ എക്സ്ട്രൂഷനിൽ ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും വരുന്നത്. അതിൽ ഡയറക്റ്റ് എക്സ്ട്രൂഷനെ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്നും പറയും, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനെ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്നും പറയും. നമ്മൾ BMEയിൽ ആക്ച്വലി പഠിച്ചത് ഈ ഹോട്ട് എക്സ്ട്രൂഷനാണ്. BMEയിൽ എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് തന്നെ ഈ ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ആ ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനെ പറ്റിയാണ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും ഹോട്ട് എക്സ്ട്രൂഷൻ എന്നുള്ള കാറ്റഗറിക്കകത്താണ് വരുന്നത്. നമുക്ക് ഈ മോഡ്യൂളിൽ ഹോട്ട് എക്സ്ട്രൂഷൻ കൂടാതെ കോൾഡ് എക്സ്ട്രൂഷനെ പറ്റി കൂടെ പഠിക്കാനുണ്ട് ഈ സബ്ജക്റ്റ്. കോൾഡ് എക്സ്ട്രൂഷൻ്റെ അത് രണ്ടെണ്ണേ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ: ഇമ്പാക്റ്റ് എക്സ്ട്രൂഷനും ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷനും. വേറെ ഒരുപാട് പ്രോസസ്സൊക്കെ ഉണ്ട്, എങ്കിലും നമ്മുടെ സിലബസ് പ്രകാരം ഈ രണ്ടെണ്ണം മാത്രം പഠിച്ചാൽ മതി: ഇമ്പാക്റ്റ് എക്സ്ട്രൂഷനും ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷനും. ഈ രണ്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഹോട്ട് എക്സ്ട്രൂഷൻ BMEയിൽ നമ്മൾ പഠിച്ചത് നോക്കാം. എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരികയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു റോഡ്, അതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ റോഡ് ഷേപ്പിലുള്ള ലെങ്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹോളോ കണ്ടെയ്നറാണ്. അതിൻ്റെ അകത്ത് ഹോട്ട് ബില്ലറ്റ് വയ്ക്കും, എന്നിട്ട് ഈ റാം ഉപയോഗിച്ച് അതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്പണിംഗ് മാത്രമേ കാണത്തുള്ളൂ, അത് ഡൈ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ഓപ്പണിങ്. അപ്പോൾ ആ ഓപ്പണിങ്ങിൽ കൂടെ ഇത് കംപ്രസ്ഡായി പുറത്തേക്ക് വരും. അതിങ്ങനെ കംപ്രസ്ഡായി സ്ക്യൂസായി ഇവിടുത്തെ ഈ ഓപ്പണിങ്ങിൽ കൂടെ അത് പുറത്തോട്ട് വരും പ്രോഡക്റ്റായിട്ട്. അപ്പോൾ ആ പുറത്ത് വരുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഡൈയുടെ ആ ഓപ്പണിങ്ങിൽ ഡയമീറ്റർ ചേഞ്ച് ചെയ്താൽ മതി. ഡയമീറ്റർ വലുതാക്കുകയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഡയമീറ്ററുള്ള റോഡായിരിക്കും നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ റോഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ലാതെ സ്ക്വയർ ഷേപ്പിലുള്ള റോഡ് വേണമെങ്കിൽ ഇതിലുള്ള ഡൈയിൽ ഉപയോഗിക്കുന്ന ആ ഓപ്പണിങ്ങും സ്ക്വയർ ക്രോസ് സെക്ഷനിലാക്കിയാൽ മതി. ഇപ്പം ഹെക്സഗണൽ ക്രോസ് സെക്ഷനിലുള്ള റോഡാണ് കിട്ടേണ്ടതെങ്കിൽ ഈ ഡൈ ക്യാവിറ്റി, അതിൻ്റെ അകത്തുള്ള ആ ഹോള്, അത് ഹെക്സഗണൽ ഷേപ്പിൽ ആക്കിയാൽ മതി. അപ്പം ആ കറക്റ്റ് ഡയമെൻഷനിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും പുറത്തോട്ട് വരുന്നത്, എക്സ്ട്രൂഡായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന പ്രോഡക്റ്റിനെ എക്സ്ട്രൂഡഡ് ബാർ എന്നാണ് പറയുന്നത്. അതായത് എക്സ്ട്രൂഡ് ആയി പുറത്തോട്ട് വരുന്നു എന്ന മീനിങ് ആണ്. അപ്പോൾ ഇത് ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് പറയാൻ കാര്യം, ഈ റാം ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് റാം മൂവ് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യാനായിട്ട് റാം മൂവ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിൽ തന്നെയാണ് എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർവേഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. അതേസമയം ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ ആണെങ്കിൽ റാം ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്നത് റൈറ്റിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. ഇത് ഫോർവേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയും. ഈ റാം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ
അതേ ഡയറക്ഷനിൽ തന്നെ ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്നു. ഇത് ഫോർവേഡ് എക്സ്ട്രൂഷൻ. അതല്ല ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റാം ഇത് ഒരു ഹോളോ റാമാണ്. റാമിൻ്റെ അകത്ത് തന്നെ ഒരു ഹോളുണ്ട്. അപ്പോൾ റാം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ റാമിൻ്റെ അകത്താണ് ആ ഡൈ വെച്ചിരിക്കുന്നത്, അതായത് ഓപ്പണിംഗ് വെച്ചിട്ടുള്ള ആ ഫോം ഉള്ളത്. അപ്പോൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് റാമിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ റാം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം ആ ഓപ്പണിംഗ് റാമിൽ തന്നെ ആയതുകൊണ്ട് ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്നത് ആ റാമിൻ്റെ അകത്തുകൂടെ ആയിരിക്കും, അതായത് റൈറ്റിലോട്ടായിരിക്കും. ഈ റൈറ്റ് സൈഡ് ഡയറക്ഷനിലോട്ടായിരിക്കും ഈ എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ റാം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ്, അതായത് എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരുന്ന റൈറ്റിലോട്ടായിരിക്കും. അപ്പോൾ ഇതിന് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ നമ്മൾ BMEയുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആൾറെഡി പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഈ മോഡ്യൂൾ, ഈ സബ്ജക്റ്റിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ കോൾഡ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. അതായത് നമ്മൾ ചൂടാക്കുന്നില്ല, ബില്ലറ്റിനെ ചൂടാക്കുന്നില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കും നമ്മൾ ആ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സാധാരണ ഇത് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഇങ്ങനെ റോഡ് ഷേപ്പിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്താണെന്ന് നോക്കാം. ഈ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ വെസൽ പോലത്തെ അല്ലെങ്കിൽ കപ്പ് ഷേപ്പിലുള്ള വർക്ക് പീസൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് സാധാരണ ഈ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നോക്കുക, ഇതാണ് അതിലുപയോഗിക്കുന്ന ബില്ലറ്റ്. അതായത് ചൂടാക്കിയിട്ടൊന്നുമില്ല, സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ഒരു ബില്ലറ്റ്. ഇത് ഒരു കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടെയ്നറിൻ്റെ അകത്താണ് ഈ ബില്ലറ്റ് വെച്ചിട്ടുള്ളത്. ഇത് പഞ്ചാണ്. പഞ്ചെന്ന് പറഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള ഒരു സോളിഡ് പീസാണ് ഈ പഞ്ച് എന്ന് പറയുന്നത്. ഈ പഞ്ച് ഈ ബില്ലറ്റിൻ്റെ മുകളിലായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സഡൻ ആയിട്ട് ബ്ലോ, ഒരു ഹാമർ വല്ലതൊക്കെ ഉപയോഗിച്ച് സഡൻ ആയിട്ട് ഒരു ബ്ലോ കൊടുക്കും. നല്ല ഹെവി ഫോഴ്സിലുള്ള ഒരു ബ്ലോ കൊടുക്കും. അപ്പോൾ ബ്ലോ ഇങ്ങനെ മുകളിലായിരിക്കും കൊടുക്കുന്നത്. ആ ബ്ലോ കൊടുക്കുമ്പോഴേക്കും ഈ പഞ്ച് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ വർക്ക് പീസിനകത്ത് ഈ ബില്ലറ്റ് തുളഞ്ഞ് അകത്തോട്ട് കയറും. ഇതുപോലെ. അപ്പോൾ ഇവിടെ ആയിരിക്കും ബ്ലോ കൊടുക്കുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഒറ്റ സിംഗിൾ ബ്ലോ ആണ് കൊടുക്കുന്നത്. ആ ഒറ്റ ബ്ലോയിൽ തന്നെ ഈ പഞ്ച് ഈ വർക്ക് പീസ്, അതായത് ബില്ലറ്റ് തുളന്ന് അങ്ങ് ഉള്ളിലോട്ട് കയറും. ഉള്ളിലോട്ട് കയറപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഹോൾ ഷേപ്പിലുള്ള ഒരു പാർട്ട് ഇവിടെ ഉണ്ടാവും. ബാക്കി അത് കംപ്രസ്ഡായി ഈ വശങ്ങളിലൂടെ ബില്ലറ്റ് ഇങ്ങനെ പുറത്തോട്ട് മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരികയൊക്കെ ചെയ്യും. എന്നിട്ട് ഈ പഞ്ച് റിമൂവ് ചെയ്യപ്പോഴേക്കും ഈ ഒരു ഷേപ്പ് തന്നെ അത് അവർ റീറ്റെയിൻ ചെയ്യും. പഞ്ച് റിമൂവ് ചെയ്യപ്പോഴേക്കും തിരിച്ച് ഇതേപോലെ ആവത്തില്ല, ഈ ഒരു ഷേപ്പ് തന്നെ അത് റീറ്റെയിൻ ചെയ്യും. അതായത് അകത്തൊരു ഹോൾ പോലത്തെ ഒരു ഷേപ്പ് തന്നെ റീറ്റെയിൻ ചെയ്യും. അതായത് നമുക്കൊരു കപ്പ് ഷേപ്പിലുള്ള കമ്പോണൻ്റാണ് ഇതിപ്പോൾ ആയത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ. ഇമ്പാക്റ്റ് എന്ന ആ വേർഡ് തന്നെയുണ്ട്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഫോഴ്സ് കൊണ്ടാണ് ഇതിൽ പ്രോസസ്സ് നടത്തുന്നത്. നമ്മുടെ ഫോർവേഡ് എക്സ്ട്രൂഷനിലും ബാക്ക്വേർഡ് എക്സ്ട്രൂഷനിലും ഇമ്പാക്റ്റ് ഫോഴ്സ് അല്ല അവിടെ കൊടുക്കുന്നത്. അവിടെ റാം മൂവ് ചെയ്യുന്നത് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടാണ് റാം മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് പഞ്ച് അല്ലെങ്കിൽ റാം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷനിൽ നടക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഒരു ബ്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ സഡൻ ആയിട്ടുള്ള ബ്ലോ കൊടുക്കുന്നത് കൊണ്ട് അതിങ്ങനെ തുളഞ്ഞ് കയറും. ഇങ്ങനെ തുളഞ്ഞ് ഇങ്ങനെ ഉള്ളിലോട്ട് കയറി ഒരു കപ്പ് ഷേപ്പിലുള്ള ഒരു പാർട്ടായിട്ട് മാറും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കോൾഡ് എക്സ്ട്രൂഷനാണ്. അതായത് റൂം ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. വളരെ ഡക്റ്റൈൽ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഹാർഡായിട്ടുള്ള മെറ്റീരിയലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അലുമിനിയം, കോപ്പർ, ലെഡ്, സിങ്ക് അങ്ങനത്തെ ഡക്റ്റൈൽ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. മറ്റേതാണെങ്കിൽ റാം വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്. ഈ ഫോർവേഡ് എക്സ്ട്രൂഷനിലും ബാക്ക്വേർഡ് എക്സ്ട്രൂഷനിലൊക്കെ റാം വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യണമെന്ന് പറയാം. പക്ഷേ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യും. പക്ഷേ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പോണൻസേ സാധാരണ ഇത് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ വളരെ ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലൊന്നും ഈ പ്രോസസ്സ് നടത്താനൊക്കത്തില്ല. വളരെ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. ഇത് മേ ബി 3 മാർക്സ് ക്വസ്റ്റനായിട്ട് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ essay ക്വസ്റ്റനായിട്ട് ഞാൻ ചോദിക്കാം. കോൾഡ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ എക്സ്ട്രൂഷൻ, മെറ്റൽ എക്സ്ട്രൂഷൻ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹോട്ട് എക്സ്ട്രൂഷനും കോൾഡ് എക്സ്ട്രൂഷനും രണ്ടും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ മാത്രമായിട്ട് ചോദിക്കുകയാണ്, ചിലപ്പോൾ 3 or 4 മാർക്സിനെ ചോദിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗർ വരച്ച് സംഭവം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. ഇനി അടുത്ത് വരുന്നതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതും വളരെ സിമ്പിളാണ്. ഈ ഫിഗർ ജസ്റ്റ് ഇന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. ഇതാണ് ഈ ബില്ലറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബില്ലറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ളത് സത്യം പറഞ്ഞാൽ ഫ്ലൂയിഡാണ്.
എന്തെങ്കിലും വിസ്കോസിറ്റി വലിയ തരക്കേടില്ലാത്ത വിസ്കോസിറ്റിയുള്ള ഒരു ഫ്ലൂയിഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് റാം, അതായത് ഈ കംപ്രസീവ് ഫോഴ്സ് സപ്ലൈ ചെയ്യാനുള്ള റാം ഇതാണ്. അപ്പോൾ ഈ റാം മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് കംപ്രസ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡിനെയാണ്. ആ ഫ്ലൂയിഡാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ബില്ലറ്റിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്കൽസ് ലോ വെച്ച് ഈക്വൽ യൂണിഫോം ആയിട്ടായിരിക്കും ഈ ഫോഴ്സ് ഈ ബില്ലറ്റിലോട്ട് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഈ റാം ഉപയോഗിച്ച് വളരെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി എന്നൊക്കെ പറയാം. ഈ ഫ്ലൂയിഡ് അത് കയറി കംപ്രസ്ഡായി അതുവഴി കംപ്രസ് ആവുന്നതുകൊണ്ട് ഈ ഓപ്പണിംഗ് വഴി ഈ എക്സ്ട്രൂഡഡ് റോഡ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ. ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡാണുള്ളത്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഫോർവേഡ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണെന്ന് പറയാം. ഫോർവേഡ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ എന്ന് പറയാം. അപ്പോൾ ഈ കൊടുത്തിരുന്നതാണ് ഫോർവേഡ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഈ റാം ഉണ്ട്, ഇത് ഹോട്ട് ബില്ലറ്റിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഓപ്പണിംഗ് വഴി അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് ബില്ലറ്റ് ഈ കണ്ടെയ്നറിൻ്റെ ഈ സർഫസുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഹോട്ട് ബില്ലറ്റും കണ്ടെയ്നറിൻ്റെ ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഹോളിൻ്റെ അകത്തുള്ള ആ സർഫസ്, ഇതെന്ന് പറയുന്ന ഒരു ഹോളോ കണ്ടെയ്നറാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ആ സർഫസുമായിട്ട് ഈ ഹോട്ട് ബില്ലറ്റ് നല്ലപോലെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ഇത്രയും ഏരിയയിൽ ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്യണം, ഇത്രയും മൊത്തം ഏരിയയിൽ സർഫസ് ഏരിയയിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹെവി ഫോഴ്സ് ഈ റാം വഴി കൊടുത്താൽ മാത്രമേ ഈ എക്സ്ട്രൂഡഡ് ബാർ ഇതുവഴി പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി വളരെ ഹെവി ഫോഴ്സ് വേണ്ടി വരും. ഇത്രത്തോളം ഫ്രിക്ഷനെ സർഫസ് മുഴുവൻ ഈ ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഹോട്ട് ബില്ലറ്റും ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള സർഫസുമായിട്ട്. അപ്പോൾ അത്രയും ഫ്രിക്ഷനെയും കൂടെ ഓവർകം ചെയ്യുന്ന രീതിയിൽ വളരെ ഹെവി ഫോഴ്സ് റാം ഉപയോഗിച്ച് കൊടുത്താൽ മാത്രമേ ഇതുവഴി എക്സ്ട്രൂഡഡ് ബാർ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അതൊരുപാട് പവർ ലോസ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട്, ഈ ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കാനായിട്ട് ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഫ്രിക്ഷൻ നിങ്ങളിപ്പോൾ നോക്കുക, ഇവിടെ എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ എല്ലാം ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡും ബില്ലറ്റുമായിട്ട് മാത്രമേ ഇവിടെ കോൺടാക്റ്റിൽ വരുന്നുള്ളൂ. ഈ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ഈ ഒരു പോർഷനുമായിട്ട് ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവുന്നേയില്ല. ഇവിടെ ആപ്പാട് കുറച്ച് ഫ്രിക്ഷൻ വരുന്ന ഈ ഒരു കുറച്ച് പോർഷനിൽ മാത്രമേ ഫ്രിക്ഷൻ ഉണ്ടാവുന്നെങ്കിൽ തന്നെ ഇത്രയും കുറച്ച് പോർഷനേ ഉള്ളൂ. ബാക്കിയുള്ള പോർഷനിലൊന്നും ഫ്രിക്ഷൻ ഇവിടെ ഉണ്ടാവുന്നേയില്ല. അപ്പം ഫ്രിക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 90% ഫ്രിക്ഷനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ റാം ഉപയോഗിച്ച് വളരെ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി ഈ പ്രോസസ്സ് നടക്കാനായിട്ട്. നമ്മുടെ സാധാരണയുള്ള ഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ കൊടുക്കുന്ന അതിൻ്റെ ഫോഴ്സിൻ്റെ ഒരു മേബി 10% ഒരു 20% അത്രയും ഫോഴ്സ് മതി ഇതിൽ പ്രോസസ്സ് നടക്കാനായിട്ട്. അതേസമയം ഈ റാം ഉപയോഗിച്ച് ഫോഴ്സ് കൊടുക്കപ്പോഴേക്കും ഈക്വൽ സൈഡ് എല്ലായിടത്തും ഈക്വലായിട്ട് ആ ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ട്, ഫ്ലൂയിഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇമ്പാക്റ്റ് അവിടെ വരുന്നുണ്ട് എന്ന് പറയാം. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അവിടെ വരുന്നുണ്ട്, അപ്ലൈ ആവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ മാത്രമല്ല, ഫ്രിക്ഷൻ ഒരുപാട് 90% ഫ്രിക്ഷൻ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഫോഴ്സ് മതി. ഡയറക്റ്റ് എക്സ്ട്രൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഫോഴ്സ് ഈ റാം ഉപയോഗിച്ച് കൊടുത്താൽ മതി ഇവിടെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫോർവേഡ് എക്സ്ട്രൂഷൻ പോലെ തന്നെയാണ് ഏകദേശം ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റാം റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എക്സ്ട്രൂഡഡ് പാർട്ടും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഫോർവേഡ് എക്സ്ട്രൂഷൻ തന്നെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫ്ലൂയിഡ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലൊക്കെയാണ് സാധാരണ ഇതിനോട് ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഹോട്ട് ബില്ലറ്റ് ആയിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്, ഇത് കോൾഡ് വർക്കിംഗ് പ്രോസസ്സാണ്. അവിടെ റൂം ടെമ്പറേച്ചറിലായിരിക്കും ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ബില്ലറ്റിനെയും ചൂടാക്കുന്നൊന്നുമില്ല. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രോസസ്സ് ഉപയോഗിക്കാറുള്ളൂ. കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം, ടിന്ന് അങ്ങനത്തെ കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണ് ഈ മെത്തേഡ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ലിമിറ്റേഷൻ ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്ന കൊറോസീവ് അല്ലാത്ത ഓയിലായിരിക്കണം ഇതിൽ ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് ഒരു കാര്യം. അതെന്തായാലും കൊറോസീവ് അല്ലാത്ത ഓയിൽ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ബില്ലറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ കുറച്ച് പോർഷൻ ഇങ്ങനെ പ്രൊജക്റ്റായിട്ട് പുറത്തോട്ടിരിക്കണം. കാരണം അത്രയും പോർഷൻ ഈ ഡൈ ക്യാവിറ്റി, അതായത് ഈ ഓപ്പണിങ്ങിൻ്റെ അകത്തോട്ട് കയറ്റി വച്ചാൽ ഈ ബില്ലറ്റിനെ പ്ലേസ് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലാതെ ബില്ലറ്റിനെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്താൽ ബില്ലറ്റ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. കറക്റ്റ് ഈ ഓപ്പണിങ് കൂടെ ആയിരിക്കത്തില്ല ബില്ലറ്റ് പുറത്ത് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ബില്ലറ്റ് ഇവിടെ തന്നെ അലൈൻ ചെയ്ത് വയ്ക്കണം. അങ്ങനെ അലൈൻ ചെയ്ത് വയ്ക്കണമെങ്കിൽ ബില്ലറ്റിൻ്റെ ഇത്രയും ഭാഗം കുറച്ച് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്ത് ഇതേ ഷേപ്പിൽ തന്നെ കുറച്ച് ഭാഗം പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ ഈ ഹോളിലേക്ക് ഈ പോർഷൻ ഇങ്ങനെ കയറ്റി കറക്റ്റായിട്ട് ഈ ബില്ലറ്റിനെ അലൈൻ ചെയ്തിട്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനൊക്കത്തുള്ളൂ. ഈ ബില്ലറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഓരോ തവണ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ബില്ലറ്റ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് ഒരു സംഭവമാണ്. അതായത് ഇവിടെ കുറച്ച് ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം, എന്നാൽ മാത്രമേ ബില്ലറ്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുകയുള്ളൂ. മാത്രവുമല്ല ഈ ബില്ലറ്റ് വെച്ചതിന് ശേഷമാണ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഓപ്പണിങ് വഴി അത് ലീക്ക് ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ ലീക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഓപ്പണിങ് അവിടെ ക്ലോസ് ആയി തന്നെ ഇരിക്കണം. ഈ ബില്ലറ്റിൻ്റെ ഈ പോർഷൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ പോർഷൻ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അവിടെ സീലാക്കി തന്നെ വെച്ചിരിക്കണം. ഓപ്പണിങ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആക്കി തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ലീക്കേജിൻ്റെ ആ ഒരു പ്രോബ്ലം കൂടെ ഉള്ളതുകൊണ്ട് ഈ ബില്ലറ്റിൻ്റെ ഈ ഒരു സൈഡിൽ അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനൊരു പ്രൊജക്ഷൻ കൂടെ ഉണ്ടായിരിക്കും. അതായത് ഈ ഡൈ ക്യാവിറ്റിയുടെ അകത്തോട്ട് കയറ്റി വയ്ക്കാനായിട്ടും ലീക്കേജ് ഉണ്ടാവാതിരിക്കാനായിട്ടൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒരു പ്രൊജക്ഷൻ ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ബില്ലറ്റ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മേ ബി 4 or 5 മാർക്സിന് ചോദിക്കാം. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണിക്കുന്ന പോലെ ഫ്ലൂയിഡൊക്കെ നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്യണം. ഇങ്ങനെ ആരോ ഒക്കെ വെച്ച് മാർക്ക് ചെയ്യണം. അങ്ങനെ വരച്ച് സംഭവം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ വരുന്നത്, മെറ്റൽ എക്സ്ട്രൂഷൻ. ഈ മെറ്റൽ എക്സ്ട്രൂഷനിൽ വരുന്ന കുറച്ച് ഡിഫക്ട്സിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.